1978 സംഭൽ കലാപത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യോഗി സർക്കാർ. 24 ഹിന്ദുക്കളെ ചുട്ടുകൊന്ന കേസ് ഉൾപ്പെടെയുള്ളവ വീണ്ടും അന്വേഷിക്കും. 2 മാസം നീണ്ടുനിന്ന 78 കലാപത്തിൽ 184 ഹിന്ദുക്കളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങൾ നൽകും. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. അനു, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് UP സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സംഭൽ സംഘർഷത്തിൽ, അതായത് 1978 2 മാസം നീണ്ടുനിന്ന സംഭൽ കലാപത്തിൽ യോഗി സർക്കാർ പുനരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത കാലത്ത് ഉത്തർപ്രദേശ് നിയമസഭയിൽ സംഭലിൽ ഈയിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സംഭൽ പ്രദേശത്ത് മുൻപ് നടന്ന കലാപങ്ങൾ എത്രത്തോളം വലുതായിരുന്നു, അതിന്റെ ഗൗരവം എത്ര വലുതാണ് എന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇന്നലെ അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനകത്തും സംഭലിന്റെ കലാപങ്ങളുടെ ചരിത്രം വിശദീകരിക്കുകയും അവിടെ ഹിന്ദുക്കൾ എത്രത്തോളം ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സംഭൽ കലാപത്തിൽ 1978 കലാപത്തിൽ പുനരന്വേഷണം UP സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഭലിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ 1947 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവിടെ നിരവധി കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതിലേറ്റവും ഭയാനകമായ ഭീകരമായ കലാപം നടന്നത് 1978 ആ കലാപത്തിൽ 184 ഹിന്ദുക്കളെ ഇസ്ലാമിസ്റ്റുകൾ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, അതിഭീകരമായ രീതിയിൽ ആളുകളെ കൊലപ്പെടുത്തുക, ചുട്ടുകൊല്ലുക, അതോടൊപ്പം തന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുക, ഇത്തരം അതിക്രമങ്ങളാണ് 1978 കലാപവേളയിൽ ഇസ്ലാമിസ്റ്റുകൾ ഈ സംഭൽ മേഖലയിൽ നടത്തിയത്. മാത്രമല്ല, ആ സമയത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തതല്ലാതെ കാര്യമായ നടപടി ഉണ്ടായിരുന്നില്ല. അന്ന് 169 കേസുകളാണ് 1978 കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ UP പോലീസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ കേസുകൾ രജിസ്റ്റർ ചെയ്തതല്ലാതെ ഈ കലാപം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മുസ്ലിം മതമൗലികവാദികൾക്കെതിരെ കാര്യമായ ഒരു നടപടിയും എടുത്തിരുന്നില്ല. അതിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു കേസ് 24 ഹിന്ദുക്കളെ കരിമ്പുംകാട്ടിനകത്ത് ചുട്ടുകൊന്ന കേസാണ്. അതിൽ പോലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയോ അവർ നിയമത്തിന്റെ മുന്നിൽ എത്തുകയോ ചെയ്തിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ഈ 1978 2 മാസക്കാലം നീണ്ടുനിന്ന സംഭൽ കലാപത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചത്. അനു.